ഇനി പിണറായിയുടെ ദുഷ്ഭരണം അവസാനിക്കാൻ കഷ്ടി ഒരു 1.25 വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മാർച്ച് മാസമായി 2026 ഏപ്രിലോ മെയിലോ ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. എന്ന് വെച്ചാൽ കഷ്ടി ഒരു കൊല്ലത്തിലധികം മാത്രം ബാക്കിയുണ്ട്. അതോടെ 10 വർഷം നീണ്ട പിണറായിയുടെ ദുഷ്ഭരണത്തിന് തിരശ്ശീല വീഴുമെന്ന് നമ്മൾ കരുതുന്നു. CPM നയവും നിയമവും അനുസരിച്ച് പിണറായിക്ക് 75 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇനി മത്സരിക്കില്ല എന്നാണ് ചില അടിമകൾ കരുതുന്നത്. പക്ഷെ അത് വെറുതെയാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പിണറായിക്ക് ഇളവ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഒരിടത്തും ഏകാധിപതികൾ അധികാരം ഒഴിഞ്ഞു പോയിട്ടില്ല. അധികാരം എന്ന് പറയുന്നത് പ്രത്യേക സുഖമുള്ള ഒന്നാണ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസുകാർ അടക്കം സകല സംവിധാനങ്ങളും ഒപ്പമാണ്. അധികാരമുണ്ട്, സകല സുഖങ്ങളുമുണ്ട്. ക്ലിഫ് ഹൗസിൽ നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂളും നല്ല പാല് കുടിക്കാൻ ലക്ഷങ്ങൾ മുടക്കിയ കന്നുകാലിക്കൂടും വരെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അധികാരമില്ലാതെ കഴിയാത്ത പിണറായി വിജയൻ ഈ പദവി ഒഴിഞ്ഞു പോവുകയില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും സൂക്ഷ്മതയോടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് പിണറായി തന്നെ പോയി തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ഈ ഇളവൊക്കെ ചെയ്ത് പിണറായിയെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിക്കാനാണ്. പിണറായി മരുമകനിലേക്ക് പദവി മാറിക്കൊടുക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും വെറുതെയാണ്. ഒരു സ്വേച്ഛാധിപതിക്ക് രണ്ടാമതാണ് മക്കളും മരുമക്കളും ഭാര്യമക്കളും, ഒന്നാമതായ ആൾ തന്നെയാണ്. അതുകൊണ്ട് പിണറായി എന്ന സ്വേച്ഛാധിപതി അവസാന ശ്വാസം വരെ അധികാരത്തിൽ തുടരാൻ ശ്രമിക്കും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ജനങ്ങൾ വല്ലാതെ വെറുക്കും. വലിയ ജനവിരുദ്ധനായി പിണറായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്.